ഗാസയിൽ ഇപ്പോഴും നിരവധി പ്രബല കുടുംബങ്ങളുണ്ട്. പുരാതന കാലം മുതൽ തന്നെ അവിടെ അവർ വലിയ ശക്തമായ സാന്നിധ്യമായി പ്രവർത്തിക്കുന്നതാണ് ഈ കുടുംബങ്ങളൊക്കെ തന്നെ. ഇവരാരും തന്നെ ഹമാസിനെ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. മാത്രമല്ല അവർ അവരുടേതായ ബിസിനസ്സും മറ്റും നോക്കി സ്വസ്ഥമായി ജീവിക്കുന്നവരാണ്. അതേസമയം ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ തന്നെ ആ ഗോത്രത്തലവൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള ആളുകളും ഈ കൂട്ടത്തിലുണ്ട്. ഇവരാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഈ കുടുംബങ്ങൾ തമ്മിലും ചില തർക്കങ്ങളും പ്രശ്നങ്ങളും പലപ്പോഴും നിലനിൽക്കാറുള്ളതാണ്. അവിടെയൊക്കെ തന്നെ പരസ്പര പോരാട്ടങ്ങളൊക്കെ ഉണ്ടാകാറുമുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ ഹമാസ് നേതാവിനെ പിടിച്ചുകൊണ്ടുപോയി പരസ്യമായി കൊന്നതിന് പിന്നിൽ ഉള്ള സംഭവം, ഗാസയിലെ ഒരു പ്രബല കുടുംബത്തിൽപ്പെട്ട ഒരാളിനെ അയാൾ ഒരു പൊതു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഹമാസ് തീവ്രവാദി എത്തി വെടിവെച്ച് കൊല്ലുകയായിരുന്നു. എന്തിനു വേണ്ടിയാണ് അയാൾ കൊന്നത് എന്നുള്ളത് ഇനിയും വ്യക്തമല്ല. ഒരുപക്ഷെ ഹമാസിനെ അംഗീകരിക്കാത്ത ഈ കുടുംബങ്ങളോടുള്ള പക തന്നെ ആയിരിക്കാം അതിനുള്ള കാരണം. ഏതായാലും കൃത്യമായി ഇയാൾ ആരാണ് എന്ന് ചിലർ കണ്ടിരുന്നു. ഇയാളെ നാട്ടുകാരെല്ലാം ഒത്തുകൂടി, ആ കുടുംബത്തിലെ അംഗങ്ങൾ ഒത്തുകൂടി ഇയാളെ ഓടിച്ചിട്ട് പിടിച്ച് കൊണ്ടുപോകുന്ന, തെരുവിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെങ്ങും വൈറലായി മാറിയിരിക്കുകയാണ്. ഇയാളെ തെരുവിൽ കൊണ്ടു നിർത്തി അവർ പരസ്യമായി വെടിവെച്ച് കൊല്ലുകയായിരുന്നു. അവിടെ എത്തിയ നേരത്തെ ഇയാൾ വധിച്ച ആളിൻ്റെ ബന്ധുക്കളും നാട്ടുകാരും എല്ലാം ചേർന്ന് കയ്യിൽ കിട്ടിയ ആയുധങ്ങളെല്ലാം എടുത്ത് ഇയാൾക്ക് നേരെ പ്രയോഗിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇയാൾ കൊല്ലപ്പെട്ടത്.